ജ്യോതിഷം എന്ന വിഷയം വളരെ അഗാധമാണ്. ഏതാണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ്, 1 മണിക്കൂർ 50 മിനിറ്റ് ക്ലാസ് പദാനുപദമെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 2000-ലധികം ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. അവയ്ക്ക് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ, കമന്ററികൾ ഏകദേശം 10,000 കമന്ററീസ് ഉണ്ട്. പല ഭാഷകളിലും എഴുതിയിരിക്കുന്ന ഉപാഖ്യാനങ്ങൾ, സബ് കമന്ററീസ് 1,00,000-ഓളം വരുന്നുണ്ട്. അപ്പോൾ നിയർലി 2,000 ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ, 10,000 commentaries in Sanskrit, and not less than 1,00,000 sub-commentaries in various languages, including Sanskrit. ഇതില് വൈദിക സാഹിത്യം എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങള്, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യക ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുക്കൾ. തിരിച്ചു പറഞ്ഞാൽ ഉപനിഷത്തുക്കൾ, ആരണ്യക ഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ. അത് വേദിക് ലിറ്ററേച്ചറാണ്. അതിന്റെ താഴെ 6 ടൈപ്പ് ലിറ്ററേച്ചർ ഉണ്ട്, 6 തരത്തിലുള്ള ലിറ്ററേച്ചർ ഉണ്ട്. അതിന്റെ പേര് വേദാംഗങ്ങൾ. മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അടുത്ത വരി പറയുമ്പോൾ മനസ്സിലാവും. 6 ഗ്രന്ഥങ്ങള്, ക്ലാസ് ഓഫ് ലിറ്ററേച്ചർ, വേദാംഗങ്ങൾ: ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം. 6ാമത്തേതാണ് ജ്യോതിഷം. ഇപ്പൊ വേദാംഗങ്ങളില് 5 മറന്നേക്ക, 6ാമത്തെ പൊസിഷനിലിരിക്കുന്നു ജ്യോതിഷം. ആ ജ്യോതിഷം ധാരാളം ചർച്ചയ്ക്ക് വിധേയമാവാറുണ്ട്. ഇന്നലെ ഞാൻ അവിടെ തമാശന് പറയുകയുണ്ടായി, ആയില്യം നക്ഷത്രക്കാർക്ക് പത്രത്തിന്റെ 2ാമത്തെ പേജിൽ നോക്കിയാൽ വിവാഹയോഗമുണ്ട്. ആൾക്ക് വയസ്സ് 89ആയി. കാരണം 89 വയസ്സുകാരന് ആയില്യം നക്ഷത്രം വരാൻ പാടില്ല എന്നില്ല. ഏത് നക്ഷത്രക്കാരന് 85 ആവാം, 89 ആവാം, 92 ആവാം, 93 ആവാം. കട്ടിലിൽ കിടക്കുകയാണ്, 8ാം ഭാവത്തിൽ ശനിയാണെങ്കിൽ കുറെ കാലം കിടക്കും. ആ കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് കാർത്തിക നക്ഷത്രം വാഹനയോഗമുണ്ട്. ഇനി ഏത് വാഹന അദ്ദേഹത്തിന് വേണ്ടത്? ഒരു വാഹനേ വേണ്ടു. അപ്പൊ ഇങ്ങനെ യഥാർത്ഥത്തില് വസ്തുതകൾക്ക് അല്പം പോലും നിരക്കാത്ത മനുഷ്യന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല, ഒരു തരത്തില് മിസ്ലീഡ് ചെയ്യുന്ന വിധത്തില് വാരഫലങ്ങളും മാസഫലങ്ങളും എല്ലാം കൊടുത്ത് ഒരു നക്ഷത്രം ഒരാൾ പറഞ്ഞാൽ എനിക്ക് കാർത്തിക നക്ഷത്രമാണ്, ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഒപ്പ കണ്ടകശനിയാണല്ലേ, ഇതെങ്ങനെയാ പറയാൻ സാധിക്കുക? ആ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഏത് ഗ്രഹമാണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഈ അറ്റം വന്ന് ഇപ്പൊ ഏത് ദശയാണെന്ന് നോക്കി അതിൽ ശനി എവിടെയാ നിൽക്കുന്നതെന്ന് നോക്കി 15 മിനിറ്റെങ്കിലും പേനയും പെൻസിലും വെച്ച് പേനയും പേപ്പറും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത് ഓഫ് ഹാൻഡ് അടിച്ചുവിട്ട് ശുദ്ധ അബദ്ധങ്ങൾ ചെയ്യുന്നവര് ധാരാളമുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഒരിക്കലും ഈ സദസ്സിൽ പറയാൻ പാടില്ലാത്ത ഒരു കമ്പാരിസൺ പറയാം. ചില ബാർബർ ഷോപ്പിൽ കയറിയാല് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏതാണ് ക്രോപ്പിങ്ങിന് 25 രൂപ, കംപ്ലീറ്റ് മുട്ടയടിക്കുന്നതിന് 65 രൂപ, ശിഖ വെച്ച് തരുന്നതിന് 75 രൂപ എന്ന് എഴുതി വെച്ച മാതിരി ജ്യോതിഷന്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണ്? വിവാഹത്തിന് വരുന്ന ജാതക ചേർച്ച മാത്രം നോക്കിയാൽ മതിയെങ്കിൽ 40 രൂപ. ആ ചേർച്ചയിൽ പേഴ്സണാലിറ്റി നോക്കണമെങ്കിൽ 150 രൂപ. ഇത് ശരിയാണോ ഇല്ലയോ നോക്കണമെങ്കിൽ 250 രൂപ. ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോ ചിലപ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, പൂർവീക ഋഷിവര്യന്മാര് കഴിഞ്ഞ 3000 വർഷങ്ങളായിട്ട് പ്യുവർ അസ്ട്രോണമി എന്ന സയൻസിന്റെ ബേസില്
പ്യുവർ അസ്ട്രോണമി എന്ന സയൻസിന്റെ ബേസിൽ, പ്യുവർ മാത്തമാറ്റിക്സ് എന്ന സയൻസിന്റെ ബേസിൽ, സയൻസ് എന്നുള്ളത് ഒരംശം പോലുമില്ലാത്ത പ്രഡിക്ഷൻ പാർട്ടിന്റെ ബേസിസിൽ അസ്ട്രോണമി പ്യുവർ സയൻസ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, മാത്തമാറ്റിക്സ് പ്യുവർ സയൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഡിക്ഷൻ പാർട്ടില് 1% സയൻസ് പോലും ഇല്ല. ആ പ്രഡിക്ഷൻ പാർട്ടിനെ വെച്ച് ഒരാണും പെണ്ണിന്റെയും ജാതകം കയ്യിൽ കിട്ടി ഇത് തമ്മിൽ ചേരുമെന്ന് പറഞ്ഞ് ചേർത്ത് 25 രൂപയും മേടിക്കുന്നതെല്ലാമാണ് ജ്യോതിഷത്തെക്കുറിച്ച് അബദ്ധജടിലമായ ധാരണകൾ ഇത്രയും അധികം ഉണ്ടാക്കാൻ കാരണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നമ്മുടെ വാരഫലങ്ങള്, മാസഫലങ്ങള്, ദശയും അപഹാരവും ഛിദ്രവും സൂക്ഷ്മവും ഏഴയൽവക്കത്ത് പോലും കാൽക്കുലേറ്റ് ചെയ്യാതെ നക്ഷത്രം കേട്ടോടനെ കണ്ടകശനിയാണെന്ന് പറയുക. ചിലപ്പോ ചിലര് പറയും അയാൾക്ക് എന്തിന്റെ കുറവാ, ശുക്രദശയാ. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ശുക്രദശ നല്ലതാണ്. 12ാം ഭാവത്തിൽ ശുക്രനുള്ള വ്യക്തിയെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ കള്ള് ഷോപ്പിലുണ്ടാവും. 2 ഓപ്ഷനേ കേൾക്കുള്ളൂ. 12ാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടെങ്കിൽ അത് നീചത്തിലാണെങ്കിൽ വീട്ടിലേക്ക് വരികയില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ പിന്നെ എങ്ങനെ ഇയാൾക്ക് ഈ ശുക്രദശയാണെന്ന് പറഞ്ഞ് സന്തോഷിക്കാം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു മുഖവുരയായിട്ട് എന്തുകൊണ്ട് ജ്യോതിഷം എന്ന സെമി സയന്റിഫിക്, സെമി നോൺ സയന്റിഫിക് ആയിട്ടുള്ള ഈ വിഷയത്തെ നമ്മളെല്ലാവരും ഇത്രയുമധികം ഭക്തിയോടുകൂടിയോ അല്ലെങ്കിൽ വികാരത്തോടു കൂടിയോ സമീപിക്കുന്നു. തിരുവനന്തപുരത്തെ RCCയിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ അടുത്ത് എന്നും അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ ഈ മുറുക്കുന്നവരോട്, വെറ്റിലടക്കം മുറുക്കുന്നവരോട് പറയാറില്ലേ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന്? ഞാൻ പറയാറുണ്ട്. സിഗരറ്റ് വലിക്കുന്നവരോട് പറയാറില്ലേ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന്? പറയാറുണ്ട്. ലിക്കർ കഴിക്കുന്നവരോട് പറയാറില്ലേ? പറയാറുണ്ട്. വെജിറ്റബിൾസ് നല്ലവണ്ണം കഴുകാതെ ഈ പുറത്തുള്ള കോണ്ടാക്ട് പെസ്റ്റിസൈഡ് വാഷ് ചെയ്ത് കളയാതെ ആ പെസ്റ്റിസൈഡോട് കൂടി വേവിച്ച് കഴിക്കുന്ന ധാരാളം പേരുണ്ട്. അതായത് കോണ്ടാക്ട് പെസ്റ്റിസൈഡ്, സിസ്റ്റമിക് പെസ്റ്റിസൈഡ് കുഴപ്പമില്ല. ആ പെസ്റ്റിസൈഡ് കഴിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ലേ? പറയാറുണ്ട്. ഇവര് സാറിന്റെ അഡ്വൈസ് ഫോളോ ചെയ്യാറുണ്ടോ? വലുതായിട്ടൊന്നുമില്ല. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ വലിക്കില്ല, പിറ്റേ ദിവസം പിന്നെയും വലിക്കും. മുറുക്കരുതെന്ന് പറഞ്ഞാൽ 2 ദിവസം മുറുക്കില്ല, പിന്നെയും മുറുക്കും. അതേ സമയത്തൊരു ജ്യോതിഷൻ പറയട്ടെ, നിങ്ങൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, അയാൾ അന്നത്തോടുകൂടി നിർത്തും. അതായത് മറ്റേത് സയൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടുന്നില്ല, ജ്യോതിഷനെ നമ്മൾ ഭയപ്പെടുന്നു. കാരണം അയാൾ ഭയപ്പെടുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ കുറേ പേരോട് പറയാറ്, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, പക്ഷെ 10,000 രൂപയുടെ ഒരു പൂജ നടത്തിയാലേ ശരിയാവുള്ളൂ. അപ്പൊ ക്യാൻസറിന് ചികിത്സിക്കാൻ 10,000 രൂപയില്ലെങ്കിലും ഈ 10,000 രൂപ കൊടുത്ത് പൂജ നടത്തണമെന്ന ധാരണ വരുന്നത് ഈ ജ്യോതിഷൻ പറഞ്ഞിട്ടാണ്. വീട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാത്തത് കൊണ്ട് ഈ വീട്ടിൽ കിടക്കുമ്പോഴത്തേക്കും സ്വസ്ഥമായ ഉറക്കം വരില്ല. ഇത് MBBSും MDയും FRCSും MRCPയും ഉള്ള ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഭയമില്ല. 10ാം ക്ലാസ് പഠിക്കാത്ത ഡോക്ടർ ഈ ജ്യോതിഷൻ പറഞ്ഞാൽ വീട്ടിനകത്ത് ഉറക്കം സ്വസ്ഥമാവില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാവും. അങ്ങനെ ഏതോ ഒരു ട്രെൻഡ് വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ജ്യോതിഷം എന്നൊരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം എന്ന് തോന്നിയത്. അപ്പൊ പദാനുപദം വിവരിക്കാം. അത് എത്ര പേർക്ക് മനസ്സിലാകുന്നോ എന്ന് മനസ്സിലാക്കാം. ഈ ജ്യോതിഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അസ്ട്രോണമിക്കൽ കൺസെപ്റ്റ് അത് 100% അൾട്രാ മോഡേൺ അസ്ട്രോണമിയാണ്. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമ്മുടെ ജ്യോതിഷത്തിലുമുണ്ട്. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. മൃത് മണ്ണ്, ജലം, ശിഖി അഗ്നി, വായുമയോ ഭൂഗോള. ഗോളം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. സർവതോ വൃത്ത. ചന്ദ്രനെ എവിടെ നിന്ന് നോക്കിയാലും വൃത്താകൃതിയിലാകുന്നത് പോലെ ഭൂമിയെ എവിടെ നിന്ന് നോക്കിയാലും സ്ഫെറിക്കൽ ഷേപ്പുള്ള ഭൂമി വൃത്താകൃതിയിലാണ്. അതുകൊണ്ട് ജ്യോതിഷത്തിലെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്
കോപ്പർനിക്കസും ഗലീലിയോയും കെൽവിനും സർ ഐസക് ന്യൂട്ടണും അതേപോലെയുള്ളവരും ജനിക്കുന്നതിന് 2500 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും അന്നും ഭാരതീയർക്ക് ഭൂഗോളം എന്ന കൺസെപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അത് ഭാഗവതത്തിൽ വായിച്ചാൽ ഭൂഗോള വിവരണാധ്യായം എന്ന 4 അധ്യായങ്ങളുണ്ട്.